കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യം നമുക്കേവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്ന തിന്മകളിൽ ഏറ്റവും ആദ്യത്തെ തിന്മയായിട്ട് പറയുന്നതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ, വളരെയധികം പ്രശ്നകലുഷിതമായ നിമിഷങ്ങളിൽ നമുക്ക് സംഭവിക്കുന്ന വലിയ ഒരു തെറ്റ്, ദൈവ സാന്നിധ്യത്തെ, എൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തെ, എൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെ മറന്നുകൊണ്ട് പലപ്പോഴും ഞാൻ നിരാശയ്ക്കും ഒരുപാട് അസ്വസ്ഥതകൾക്കും ഡിപ്രഷനും അടിമയായിത്തീരുന്നു. നിരാശയും എൻ്റെ ഉള്ളിൽ ആകുലതകളും എന്നിൽ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ കുറവിനെ തെളിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ജീവിത പ്രതിസന്ധികളിൽ എൻ്റെ കൂടെ, എൻ്റെ കൂട്ടിനെ, ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ലെങ്കിലും എന്നെ സഹായിക്കുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉള്ളിൽ എനിക്ക് ധ്യാനിക്കുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. ഈ ജനം ഇതാ 2 തിന്മകൾ ചെയ്തു എന്ന് വചനം പറയുമ്പോൾ ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഏറ്റവും ആദ്യത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ജീവജലമായ ഈശോയുടെ ആ സാന്നിധ്യത്തെ, ദൈവീകമായ സാന്നിധ്യത്തെ നമ്മൾ ഉപേക്ഷിക്കുന്നുണ്ടോ പലപ്പോഴും എന്ന് നമ്മൾ ധ്യാനിക്കുക. നമ്മളൊന്ന് വിചിന്തനം ചെയ്ത്, നമ്മുടെ ജീവിതത്തെ തന്നെ വിചിന്തനം ചെയ്ത് നോക്കുക. ഈശോയെ, പലപ്പോഴും അങ്ങയുടെ മുമ്പിൽ അങ്ങേ തള്ളിപ്പറയുന്ന, ബാഹ്യമായി ഞാൻ തള്ളിപ്പറയുന്നില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തെ ഞാൻ മറന്നു പോകുന്നില്ലേ? പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആത്മീയമായ ഒരുക്കമില്ലായ്മയും എൻ്റെ ജീവിതത്തിൻ്റെ കൂദാശകളോടുള്ള ആ അകൽച്ചയും, അല്ലെങ്കിൽ ദൈവീക കാര്യങ്ങളോടുള്ള മതിപ്പില്ലായ്മയും ഒക്കെ, പ്രിയം നിറഞ്ഞവരെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ ദൈവവിശ്വാസത്തെ തന്നെ തള്ളിപ്പറയുന്ന മനുഷ്യരാക്കി നമ്മളെ മാറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നമുക്കൊരു നിമിഷം ദിവ്യകാന്വേഷയുടെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ സജീവമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നാം ഓരോരുത്തരും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങയുടെ സാന്നിധ്യത്തെ തള്ളിപ്പറയുന്ന മക്കളായി ഞങ്ങൾ മാറരുതേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളിൽ അങ്ങയുടെ സാന്നിധ്യം ഉള്ളിലും കൂടെയും എപ്പോഴും അനുഭവിച്ച് ആ അസ്വസ്ഥതകളെ അതിജീവിക്കുന്ന മക്കളായി, വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുന്ന മക്കളായി ഞങ്ങളെ അങ്ങ് മാറ്റണമേ, രൂപാന്തരപ്പെടുത്തണമേ. ദിവ്യകാരുണ്യ ഈശോനാഥൻ്റെ അനുഗ്രഹം നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, ഹല്ലേലൂയ. ദൈവമേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, പലപ്പോഴും ഞങ്ങളുടേതായ ജീവിതങ്ങളിൽ പൊട്ടക്കിണറുകൾ ഞങ്ങൾ കുഴിക്കുകയാണ്. അഹന്തയുടെയും ഞങ്ങളുടേതായിട്ടുള്ള നിരാശയുടെയും അവിശ്വാസത്തിന്റെയും ഒക്കെ നിരാശ സമയങ്ങളിലൊക്കെ പൊട്ടക്കിണറുകൾ ഞങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നു. ഞങ്ങൾ കുഴിച്ച് ജീവജലത്തിന്റെ ഉറവയെ നിഷേധിക്കുന്ന മക്കളായി പലപ്പോഴും ഞങ്ങൾ മാറി. ശക്തമായ സാന്നിധ്യം എപ്പോഴും അനുഭവിച്ചറിയുന്ന മക്കളായി ഞങ്ങൾ മാറി. ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും അങ്ങയുടെ സാന്നിധ്യത്തിൽ തള്ളിപ്പറയാതെ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് അകന്നു പോകാതെ, ആഴമേറിയ വിശ്വാസത്തിൽ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങേ പ്രഘോഷിക്കുന്ന മക്കളായി തീരുവാൻ ഞങ്ങൾ ഏവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നു. ജീവജലം, ആത്മാവിന്റെ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ അഭിഷേകമായി വന്നിടട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്, ലവ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം,
പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.